ഐഡിയേഴ്സ് അമേരിക്കയാണോ റഷ്യയാണോ ഉഗാണ്ടയാണോ എന്നറിയത്തില്ല, ഒരു മുട്ട പൊട്ടിച്ച് കിട്ടുന്നേ ചെയ്തുള്ളൂ ഞാൻ അപരാധം. അപ്പോൾ ഗൈസ് ഞാൻ തരം ഇങ്ങനെ ചെയ്തുള്ളൂ. അപ്പോഴേ ഇച്ചിരി ദോശമാവ് എടുത്ത് ഇങ്ങനെ ഒഴിച്ചു നോക്കട്ടെ, എന്തോ ആവും അറിയത്തില്ല. ദോശമാവ് കട്ടി മാവാ, ഇത്രയും കട്ടി വേണ്ടായിരുന്നു. ഈ ഓട്ടയൊക്കെ അടയ്ക്കട്ടെ. ട്രേഞ്ച് ഇത്ര ഗ്യാപ്പ് ഇട്ടേക്കോ, ഈ ദോശ അകത്ത് പോവും. ഈ ദോശമാവ് അകത്ത് പോയി മറയണം. ഓക്കെ, മറഞ്ഞു. ഇത്രയും ഗ്യാപ്പ് ഇട്ടേക്കുന്നത് എന്തിനാണെന്നറിയാം, എനിക്ക് ദോശ തിരിച്ചിടാനായിട്ട് ഒരു ഗ്യാപ്പ് വേണം, അതാണ് സംഭവം. ഇനി നമുക്ക് അതിനകത്ത് ഇച്ചിരി അലങ്കാര പണികളുണ്ട്, ചെയ്യട്ടെ ഗൈസ്. ഞാൻ ഇതിനകത്ത് ഓൾറെഡി വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ടായിരുന്നു ഈ ദോശമാവിനകത്ത്. പിന്നീടാണ് മുട്ടയിൽ ഉപ്പ് കുടഞ്ഞിട്ടത്. ഗൈസ് ഇത് നമ്മുടെ ജീരകപ്പൊടിയാണ്. ഈ ജീരകപ്പൊടി ഇട്ടിട്ട്, ഇവിടെ കറിയില്ല, ദോശ തിന്നാൻ കറിയില്ലാത്തതുകൊണ്ട് ഞാൻ കണ്ടുപിടിച്ച റെസിപ്പിയാണിത്. ഉലുവാപ്പൊടി നല്ലതാണ്. ഉലുവ ആഹാരം നമ്മൾ കേരളീയർ വെക്കാറില്ലല്ലോ. അപ്പോൾ ഉലുവായി, ജീരകപ്പൊടി, ഇതെല്ലാം കഴുകി വറുത്ത് ഉണക്കി പൊടിച്ചതാണേ. ഇത് ഉണ്ടില്ലേ, ഇത് പെരിഞ്ജീരകം, നല്ല മണമായിരിക്കും. മണം വേണം ദോശയ്ക്ക്. അറ്റ് ലാസ്റ്റ് കുരുമുളക് പൊടിയാണ്. ഇത് കൈവച്ച് തൊട്ടാൽ നീറും. അപ്പം ഇത്രയും പൊടിയിലായി ദോശയ്ക്ക്. ഇത് എന്താവൂല്ലേ അറിയത്തില്ല. അപ്പം ഞാൻ ഇച്ചിരി നല്ലെണ്ണ സാധാരണ ഇതിൽ ദോശ ഇളവി വരാൻ എടുക്കുന്നത്, പക്ഷെ ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാൻ പോകുന്നതിൻ്റെ മുകളിൽ കൂടെ. ഗൈസ് ഇത് വെളിച്ചെണ്ണ ഇച്ചിരി ഒഴിക്കട്ടെ. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു ഗൈസ്, 2-3 ഒഴിച്ചു. ഇനി അവിടെ ഇരുന്ന് വേവട്ടത്, പതുക്കെ വെന്താൽ മതി. കൊച്ചു തീയിൽ 1 സൈഡ് വെന്തിട്ടുണ്ട് കേട്ടോ, ചെറിയ തീയാ വെച്ച്. മുട്ട അതിൻ്റെ അടിയിലേക്ക് കിടക്കുന്നുണ്ട്. മുട്ട വെന്തിട്ടായി മാവെടുത്ത് ഒഴിച്ച് അഭ്യാസം കാണിച്ചത്. ജസ്റ്റ് അത് ഒന്ന് മുരിയിട്ട്. എണ്ണയൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്, ശകല എണ്ണ ഒഴിച്ചോളൂ. ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വെജിറ്റബിളൊക്കെ അരിഞ്ഞ് ചേർക്കാം ചെറുതായിട്ട്, ഈ കട്ടി ദോശമാവാകുമ്പം. നമ്മളെ ചട്ടുകച്ചേട്ടനെ എടുത്തിട്ടുണ്ട്. ചട്ടുകച്ചേട്ടനെ എടുത്ത് കറിയില്ലെങ്കിൽ ഇങ്ങനെ അങ്ങ് ഉണ്ടാക്കിയാൽ മതി. ഇതാണ്ട ഈസി ആയിട്ട് പൊങ്ങി ഒന്ന്. തിരിച്ചിട്ടപ്പം എന്താ, ഇവിടെ മുട്ടയുണ്ട്, നല്ല മണമുണ്ട് കേട്ടോ. ഇവിടെ ഇല്ല, മുട്ടയുടെ ഇതെല്ലാം ഉണ്ട്. എനിക്ക് ഈ ദോശ ഇത്രയും വലിയ തവയ്ക്കകത്തിട്ട് വെക്കുമ്പം സൈഡ് വെച്ച് പൊക്കിയിടാൻ പറ്റത്തില്ല. സോ ഞാൻ കണ്ടുപിടിച്ചത് മറ്റേത് ദോശയെന്ന് പറഞ്ഞാൽ ചെറിയ ദോശയല്ലേ എല്ലാവരും ഉണ്ടാക്കുന്നത്, അപ്പോൾ ഇങ്ങനെ അങ്ങ് എടുക്കാം. ഇത് ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ടില്ലേ എനിക്ക് പൊക്കി എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതവിടെ കിടന്ന് മൊരിയിട്ട്, ചെറുതായിട്ട് മൊരിയിട്ട്. ഗൈസ് അത് ഞാൻ തൊട്ട് നോക്കട്ടെ, ഇത് ഇങ്ങനെ അനങ്ങുന്നെങ്കിൽ ഇത് വെന്തിട്ടുണ്ട്. ഓക്കെ, ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് ഈ ദോശ എടുത്ത് ഇങ്ങനെ തന്നെ പൊക്കി ഇതിൽ വെക്കാം. കണ്ട, അതിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അതാ, ഇഞ്ചി ഇട്ട ചായ. ഇഞ്ചി ചായ ആയിട്ട് അകത്തോട്ട് കൂട്ടി ഞാൻ. ഇത് നിങ്ങളിത് ഇതിനകത്ത് ക്യാരറ്റ് വെജിറ്റബിൾസൊക്കെ അരിഞ്ഞിട്ടത് കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ നിങ്ങൾ മസാല ഇട്ട ദോശ കണ്ടിട്ടുണ്ടോ? ഇല്ല. ആരും കള്ളം പറയണ്ട, മസാല ഇട്ട ദോശയൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല. കണ്ട, മസാല മാത്രം ഇട്ടത്. എന്നാ മണം, എൻ്റെ ഭയങ്കര മണമാണേ. അപ്പം ഞാനും കഴിക്കാൻ പോകുന്നത്. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കാണും. അപ്പോൾ എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. ഞാൻ എൻ്റെ ദോശ കഴിക്കുന്നു. മസാലപ്പൊടികൾ ഒന്നുകൂടെ പറയാം: ജീരകം, കുരുമുളക് പൊടി, പെരിഞ്ജീരകപ്പൊടി, കുരുമുളക് പൊടി, ഓൾറെഡി മാവിനകത്ത്
വെളുത്തുള്ളിയും കറിവേപ്പിലയും ഉണ്ടായിരുന്നു. ഇഞ്ചി പച്ചമുളക് നിങ്ങൾക്ക് ചേർക്കാം. ഇനി എരി അത്രയ്ക്ക് ഇഷ്ടമല്ല. പിന്നീട് എരി ഇഷ്ടമാണ്, പക്ഷേ ഓവർ എരി ഇപ്പം കൂട്ടാൻ വയ്യ. പിന്നീട് മുട്ടയിൽ ഉപ്പ്, മുട്ട പൊട്ടിച്ച് വെന്തതിന് ശേഷം 1 സൈഡ് വെന്തതിന് ശേഷമാണ് ഈ മാവ് ഒഴിച്ചത്. കട്ടി മാവ് ഒഴിക്കുക, കുളമാക്കരുത്, ചളമാക്കരുത്. അപ്പോൾ ഞാൻ ചായ കുടിക്കുന്നതല്ല, കുറച്ച് ലൈറ്റ് ചായ, ഇഞ്ചി ചായ. അപ്പോൾ ഓക്കെ, ബൈ. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. കറിയില്ലെങ്കിൽ ഇങ്ങനത്തെ ദോശ ഉണ്ടാക്കി കഴിക്കണേ.